ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ രാജിവിവാദമായിരിക്കെ വകുപ്പ് നിയമനങ്ങളിലെ ഇടപെടലുകളിലും അതൃപ്തി പുകയുന്നു. ആയുഷ് ഹോമിയോപ്പതി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ നിയമനം 4 ദിവസം കൊണ്ട് റദ്ദാക്കിയ നടപടിയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എന്നാൽ നിയമനം റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ രാജിയിൽ മന്ത്രിയുടെ പ്രതികരണവും ജീവനക്കാർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കിയെന്നാണ് വിവരം. ജൂൺ 26-നാണ് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ഡോക്ടർ ആർ രജികുമാറിനെ ഹോമിയോപ്പതി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറായി നിയമിച്ച് ഉത്തരവിറക്കിയത്. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് നിയമനമെന്നായിരുന്നു ആദ്യ ഉത്തരവ്. എന്നാൽ വെറും 4 ദിവസത്തിനുള്ളിൽ ആരോഗ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉത്തരവ് റദ്ദാക്കി. കൃത്യമായ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കാതെയുള്ള നടപടി ദുരൂഹമാണെന്നാണ് ആരോപണം. കായംകുളം ഹോമിയോപ്പതി ആശുപത്രിയിലെ ഡോക്ടർ അനിൽ SKക്ക് നിയമനം നൽകി ഉത്തരവിറങ്ങിയതോടെയാണ് ഡോക്ടർ രജികുമാറിന്റെ നിയമനം റദ്ദാക്കിയത് പുറത്തറിയുന്നത്. രേഖാമൂലം ഒരറിയിപ്പും ലഭിച്ചില്ലെന്നതിൽ ഡോക്ടർമാരിൽ അതൃപ്തി പുകയുന്നുണ്ട്. എന്നാൽ നിയമനം റദ്ദാക്കിയതിനെ ന്യായീകരിച്ച് ആരോഗ്യമന്ത്രി രംഗത്തെത്തി. നിയമനം റദ്ദാക്കിയതിന് ഒരു കാരണവുമില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി. ഒരു കാരണവുമില്ല. അതൊക്കെ ചില ആളുകളെ വെക്കുന്ന സമയത്ത് അവർക്ക് ചില അസൗകര്യങ്ങൾ വരും. നമ്മൾ സീനിയോറിറ്റിയൊക്കെ നോക്കിയിട്ടാണ് വെക്കാറ്. ചിലപ്പോൾ അവർക്ക് അസൗകര്യം വരും. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. ഇതിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാൻ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. എല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അതേസമയം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ സ്വയം ഒഴിഞ്ഞുപോയതാണെന്നാണ് പേഴ്സണൽ സ്റ്റാഫ് രാജിയിൽ മന്ത്രിയുടെ വിശദീകരണം. രാവിലെ മുതൽ അർദ്ധരാത്രി വരെ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും ജനങ്ങൾക്കായി നീക്കിവെക്കുന്നതാണ് തന്റെ രീതി. കഠിനമായ ജോലിയിലും സമയക്രമത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് രാജിവെച്ചതെന്നും മന്ത്രി. ഞാൻ രാത്രി 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ പോവാറ്. അത്രയും സമയം ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയി സ്വയം. അത്രയേ ഉള്ളൂ. ആശയദാരിദ്ര്യം എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. UDF സർക്കാർ വന്നതിന് ശേഷം ജോലിയെടുക്കാൻ പ്രയാസമുള്ളവർ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു പോകും. പുതിയ ആൾക്കാരെ വയ്ക്കും. കെ മുരളീധരന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആർ ശ്രീലാലും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ ഗോവിന്ദരാജുമാണ് 1.5 മാസം തികയും മുൻപ് രാജിവെച്ചത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന ഔദ്യോഗിക വിശദീകരണമുണ്ടെങ്കിലും മന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ചില ഉന്നത ജീവനക്കാരുടെ അമിതാധികാര പ്രയോഗവും ജീവനക്കാർ തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളുമാണ് രാജിക്ക് പിന്നിലെന്നാണ് ആരോപണം. ഇത് കെട്ടടങ്ങും മുൻപാണ് വകുപ്പിലെ നിയമനങ്ങളിലെ സുതാര്യക്കുറവ് സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളും ഉയരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.